ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയ്തെന്നാണ് തോന്നുന്നത് എന്ന് മലയാളത്തിൽ സാധാരണയായിട്ട് പറയാറുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ എപ്രകാരമാണ് പറയുന്നത്? അതിന് ഉള്ള ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സീം ടു ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സീം ടു ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കൂടാതെ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഐ, വി, യു, ദേ എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ സീം എന്ന് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. കൂടാതെ ഹി, ഷീ, ഇറ്റ് എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ സീംസ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഐ, വി, യു, ദേ എന്നിവ വരുമ്പോൾ സീം, ഹി, ഷീ, ഇറ്റ് എന്നിവ വരുമ്പോൾ സീംസ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഐ ഓർ വി ഓർ യു ഓർ ദേ പ്ലസ് സീം ടു ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അടുത്തത് ഹി ഓർ ഷീ ഓർ ഇറ്റ് പ്ലസ് സീംസ് ടു ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് നോക്കിയാലോ. അവൾ പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഷീ സീംസ് ടു ഹാവ് ഗോൺ. ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. ഷീയുടെ കൂടെ സീംസ് എന്നാണ് ചേർത്തിരിക്കുന്നത്. അവൾ തോറ്റു എന്നാണ് തോന്നുന്നത്. ഷീ സീംസ് ടു ഹാവ് ഫെയിൽഡ്. ഷീയുടെ കൂടെ സീംസ് എന്ന് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഫെയിൽ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഫെയിൽഡ്. കറൻറ്റ് പോയെന്നാണ് തോന്നുന്നത്. പവർ സപ്ലൈ സീംസ് ടു ഹാവ് ഫെയിൽഡ്. പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് സീംസ്. ഫെയിൽ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഫെയിൽഡ്. ഓക്കെ, അടുത്ത സെറ്റ് നോക്കാം. അവൻ അവളെ ചതിച്ചെന്നാണ് തോന്നുന്നത്. എങ്ങനെ പറയും? ഹി സീംസ് ടു ഹാവ് ഡിസീവ്ഡ് ഹെർ. ഹിയുടെ കൂടെ സീംസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഡിസീവ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഡിസീവ്ഡ്. ചതിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഒച്ച കേട്ടിട്ട് ഗ്ലാസ് പൊട്ടി എന്നാണ് തോന്നുന്നത്. ബൈ സൗണ്ട് ദ ഗ്ലാസ് സീംസ് ടു ഹാവ് ബ്രോക്കൺ. ഗ്ലാസ് എന്നുള്ളതിന് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് സീംസ് ടു ഹാവ് ബ്രോക്കൺ. അതായത് ബ്രേക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബ്രോക്കൺ. പെരുമാറ്റം കണ്ടിട്ട് അയാൾ കുടിച്ചെന്നാണ് തോന്നുന്നത്. ബൈ ബിഹേവിയർ ഹി സീംസ് ടു ഹാവ് ഡ്രങ്ക്. ഓക്കെ, ഹിയുടെ കൂടെ സീംസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത സെറ്റ് ദ കറി സീംസ് ടു ഹാവ് ബോയിൽഡ് ഔട്ട് എന്ന് വെച്ചാൽ കറി തിളച്ചു ചാടി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ദ കറി സീംസ് ടു ഹാവ് സ്റ്റക്ക് ടു ദ പാൻ എന്ന് വെച്ചാൽ കറി ചട്ടിയുടെ അടിക്ക് പിടിച്ചു എന്നാണ് തോന്നുന്നത്. അടുത്തത് ദ കറി സീംസ് ടു ഹാവ് സ്കോർച്ച്ഡ് എന്ന് വെച്ചാൽ കറി കരിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി പ്രയോഗമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. ദ കറി സീംസ് ടു ഹാവ് ബോയിൽഡ് ഡൗൺ എന്ന് വെച്ചാൽ കറി വറ്റി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ദേ ഓർ യു ഓർ വി ഓർ ഐ എന്നിവയുടെ കൂടെ നമ്മൾ ഡോണ്ട്, സീം ടു ഹാവ്, ഓക്കെ, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ചേർക്കുന്നത്. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചേ മതിയാകും. ഓക്കെ, അടുത്തത് ഹി, ഷീ ഓർ ഇറ്റ് പ്ലസ് ഡസിൻറ്റ് സീം ടു ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഡസിൻറ്റ് സീം എന്ന് പറഞ്ഞിരിക്കുന്നത്
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹീ, ഷീ, ഇറ്റ് മുതലായവ വരുമ്പോൾ നമ്മൾ സീംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഡസിൻറ്റ് സീം എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ദേ ഡോണ്ട് സീം ടു ഹാവ് സീൻ അസ്. അവർ നമ്മെ കണ്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ദേയുടെ കൂടെ നമ്മളവിടെ സീൻ എന്നാണ് ചേർത്തിരിക്കുന്നത്. സീ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സീൻ. അടുത്തത് ബൈ സ്മെൽ ഹി ഡസൻറ്റ് സീം ടു ഹാവ് ഡ്രങ്ക്. മണം കൊണ്ട് അവൻ കുടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഹീയുടെ കൂടെ നമ്മൾ ഡസിൻറ്റ് സീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രങ്ക് എന്നും കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സീം ടു ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റുള്ള വീഡിയോസും കൂടി ഒന്ന് കാണുവാൻ ശ്രമിച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.